കിട്ടി മക്കളെ, കിട്ടി. സീറ്റ് കിട്ടി ലാസ്റ്റ്. അപ്പം അങ്ങോട്ടും പൈസ കൊടുക്കേണ്ടി വന്ന്, ഇങ്ങോട്ടും പൈസ കൊടുക്കേണ്ടി വന്നു. ഫസ്റ്റ് ടൈം സബ്വേ കയറിയത് എന്നെ പാളി. ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇപ്പോൾ യാത്ര കൊണ്ടൊന്നല്ല, മെക്സിക്കോയിലെ കാൻകൂണിലേക്കാണ്. അവിടെ ഒരു ലോകാത്ഭുതം ഉണ്ട്, ചിച്ചൻ ഇറ്റ്സ എന്ന് പറഞ്ഞിട്ട്. അത് കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇപ്പം ഡയറക്റ്റ് അങ്ങോട്ടല്ല പോകുന്നത്. ഇപ്പോൾ ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. US ന്യൂയോർക്ക് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ന്യൂയോർക്കിൽ എനിക്കൊരു 36 മണിക്കൂർ ട്രാൻസിറ്റ് ഉണ്ട്. ട്രാൻസിറ്റ് അല്ല, ആക്ച്വലി ഞാൻ ഒരു ദിവസം ഒരു സ്റ്റോപ്പ് എടുക്കുകയാണ്. അപ്പം ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ന്യൂയോർക്കിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നതാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, ഇവിടുന്ന് ഞാൻ പോകുന്നത് ദോഹ ഇസ്താംബുൾ ടു ന്യൂയോർക്ക് ടർക്കിഷ് എയർലൈൻസ്. അപ്പോൾ ഇവിടുന്ന് ഒരു 4 മണിക്കൂർ ഇസ്താംബുളിലേക്ക്, അവിടെ ഒരു 3 മണിക്കൂർ ട്രാൻസിറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു 12 മണിക്കൂർ ഇസ്താംബുൾ ടു ന്യൂയോർക്ക് ഉണ്ട്. പോലെ ലെറ്റ്സ് ഗോ. Coming to visit for landing. Ladies and gentlemen and dear children, welcome to Istanbul Airport. അങ്ങനെ ഇസ്താംബുൾ എയർപോർട്ടിലെത്തി. ഇനി ഇവിടുന്ന് ഫ്ലൈറ്റ് മാറണം. ന്യൂയോർക്കിലേക്കുള്ള ഫ്ലൈറ്റ് വേറെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഇവിടുന്ന് ബോർഡിംഗ് കാർഡ് വേണം. എനിക്ക് ഒരു ബോർഡിംഗ് കാർഡ് ദോഹയിൽ തന്നിട്ടുള്ളൂ. ദോഹ ഇസ്താംബുൾ ബോർഡിംഗ് കാർഡ് തന്നിട്ടുള്ളൂ. ഇസ്താംബുൾ ടു ന്യൂയോർക്ക് ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് കാർഡ് ഇവിടുന്ന് കളക്ട് ചെയ്യണം. കാരണം ഞാനൊരു സ്റ്റാഫ് ആയതുകൊണ്ട്, അത് പറഞ്ഞില്ലല്ലോ, ഞാനൊരു എയർലൈൻ സ്റ്റാഫ് ആയതുകൊണ്ട് എനിക്ക് SA ടിക്കറ്റ് ഉണ്ടാവും, സബ്ജക്റ്റ് അവൈലബിലിറ്റി. നമ്മൾ കൗണ്ടറിൽ പോവുക, സീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബോർഡിംഗ് കാർഡ് വരും, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് വരെ കാത്തിക്കണം. അപ്പോൾ എനിക്ക് ദോഹ ഇസ്താംബുൾ വരെ കിട്ടിയിട്ടുള്ളൂ. ഇസ്താംബുൾ ന്യൂയോർക്ക് ഫ്ലൈറ്റ് ഫുള്ളാന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ട് അവിടെ ട്രാൻസ്ഫർ ഡെസ്ക് ഉണ്ട്. ട്രാൻസ്ഫർ ഡെസ്കിൽ പോയി നോക്കിയിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ബോർഡിംഗ് കാർഡ് തരുന്ന പറഞ്ഞ്. അപ്പം ട്രാൻസ്ഫർ ഡെസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ട്രാൻസ്ഫർ ഡെസ്ക്. ഇവിടെ പോയോട്ടെ. അപ്പോൾ ട്രാൻസ്ഫർ ഡെസ്ക് എന്ന് പറഞ്ഞത് ആകെ ഒരു സീറ്റേ ഉള്ളൂ. അവിടെ ഗേറ്റിൽ പോയിട്ട് അവർ സീറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ബോർഡിംഗ് കാർഡ് തരും. ഗേറ്റിൽ നിന്ന് ബോർഡിംഗ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്, അതിലേക്ക് പോവാണ്. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇപ്പോൾ 10:45. 1:45 ന്യൂയോർക്ക് ഫ്ലൈറ്റ്. അതുവരെ 3 മണിക്കൂർ ടെൻഷൻ അടിച്ചിരിക്കണം. കാരണം സീറ്റ് കിട്ടുമോ ഇല്ലയെന്ന് ഒരു ഉറപ്പില്ല. കാരണം ഒറ്റ സീറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അത് വേറെ ഏതെങ്കിലും ഫ്ലൈറ്റ് ക്യാൻസലായിട്ടോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടോ ഏതെങ്കിലും പാസഞ്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സീറ്റും പോകും. അപ്പോൾ ഇതാണ് സ്റ്റാഫ് ടിക്കറ്റിൻ്റെ ബുദ്ധിമുട്ട്. നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ടെൻഷൻ അടിച്ചിരിങ്ങനെ നിൽക്കണം. കിട്ടുമോ കിട്ടൂല എന്നുള്ള ടെൻഷൻ നിൽക്കണം. അഥവാ കിട്ടിയില്ലെങ്കിൽ ആകെ നമ്മളെ പ്ലാനുകളൊക്കെ തെറ്റും, ആകെ ബുദ്ധിമുട്ടാവും. അപ്പുറത്ത് വേറൊരു ടർക്കിഷ് എയർലൈൻസിന് ട്രാൻസ്ഫർ ഡെസ്ക് ഉണ്ട്, അവിടെയും കൂടി പോയോട്ടെ. എന്താ ഒരു പറയണം നോക്കാമല്ലോ. അപ്പോൾ മറ്റേ ഓഫീസ് പോയപ്പം അവിടുന്ന് സ്റ്റാൻഡ് ബൈ ബോർഡിംഗ് കാർഡ് ഇഷ്യൂ ചെയ്തിരുന്നു. സ്റ്റാൻഡ് ബൈ ബോർഡിംഗ് കാർഡിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ലോഞ്ച് യൂസ് ചെയ്യാം. ഇവിടെ എനിക്ക് മാസ്റ്റർ കാർഡ് ലോഞ്ച് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അത് നേരത്തെ വന്നിരുന്നത് ദോഹയിൽ നിന്ന് ട്രാൻസ്ഫർ കാർഡ് മാത്രമായിരുന്നു. അത് വെച്ചിട്ട് നമുക്ക് ലോഞ്ചിൽ കയറാൻ പറ്റില്ല. അപ്പം ലോഞ്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറുണ്ട്. നമുക്ക് ഒരു ഏകദേശം 2.25 മണിക്കൂറുണ്ട്. ഒരു 2 മണിക്കൂർ ലോഞ്ചിലിരിക്കാം. എന്നിട്ട് മെല്ലെ ഗേറ്റിലേക്ക് പോയി നോക്കാം. സീറ്റ് കിട്ടുന്നുള്ള ആത്മവിശ്വാസത്തിൽ പോയി നോക്കാം നമുക്ക്. ഇതാണ് ലോഞ്ച്, IGA ലോഞ്ച്. ഹലോ, how are you? You have to skim here. Thank you. Yes. എവിടെയെങ്കിലും നല്ല സ്ഥലം സീറ്റ് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, ഇവിടെ 2 സീറ്റ് ഉണ്ട്, ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടാൽ കുറച്ച് എടുത്താണ്. ഇത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് ഉണ്ട്, അപ്പോൾ ഒന്ന് തീർക്കട്ടെ. ഡിസ്പ്ലേയിൽ ഗേറ്റ് നമ്പർ വന്ന് ന്യൂയോർക്ക് D13 ആണ്. D13 പോയാണ്. ലോഞ്ചിൽ നിന്ന് ഇറങ്ങി നല്ല ഫുഡ് അടിച്ച് കയറ്റി. ഒരു സീറ്റും കൂടി ഉള്ളൂ. സീറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ള ടെൻഷനൊക്കെ മറന്നുപോയി. ഫുഡ് അടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ, ടെൻഷനിലൊക്കെ മറന്നുപോകും. ഇനി ഗേറ്റിലേക്ക് പോയിട്ട് ഗേറ്റ് D13 ആണ്. ഏകദേശം 12:45. 1:45 ഫ്ലൈറ്റ്. 1 മണിക്കൂറിൻ്റെ കറക്റ്റ് ഉണ്ട്. ഗേറ്റ് തുറന്നിട്ടുണ്ടാവും. D13 പോയി നോക്കട്ടെ. ഗേറ്റിലെത്തി സ്റ്റാൻഡ് ബൈ ബോർഡിംഗ് കാർഡ് എടുത്തപ്പം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. സ്റ്റാൻഡ് ബൈ ബോർഡിംഗ് കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല, നോക്കാം. കിട്ടി മക്കളെ, കിട്ടി. സീറ്റ് കിട്ടി ലാസ്റ്റ്. 35. ഈ ലാസ്റ്റ് പാസഞ്ചർ ഞാനാണ് ബോർഡ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് റെഡി ആക്കിയിട്ടുണ്ട്.
that you had a pleasant flight. For your safety, അങ്ങനെ 12 മണിക്കൂർ പറന്ന് ന്യൂയോർക്കിൽ JFK എയർപോർട്ടിലെത്തി, ജോൺ എഫ് കെന്നഡി എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു പറഞ്ഞു. കാരണം എല്ലാവരും പാസഞ്ചർ ബോർഡ് ചെയ്തതിന് ശേഷം പിന്നെ സെക്യൂരിറ്റി വന്നിട്ട് ഒരു പാസഞ്ചറെ അതിന് പിടിച്ചിറക്കി കൊണ്ടുപോയി. എന്താ കാരണം എന്നറിയില്ല. പിന്നെ അയാളെ ബാഗൊക്കെ ഓഫ് ലോഡ് ചെയ്ത് അങ്ങനെ 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് ഇവിടെ ഇറങ്ങിയത്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 7 മണിയായി. ഇനി ഇമിഗ്രേഷൻ സെക്യൂരിറ്റി സെക്രട്ടറിയാണ്. ഇമിഗ്രേഷൻ കഴിഞ്ഞിറങ്ങി. ഇമിഗ്രേഷൻ ഒരു 100,000 ചോദ്യം ചോദിച്ചിട്ടോ. അവർക്ക് നമ്മളിവിടെ ചാടാൻ വരികയാണെന്നുള്ള പേടി. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് ഇറങ്ങി. ഇനി മൻഹാട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടേക്ക് പോകണം. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് എയർ ട്രെയിൻ എടുത്തിട്ട് ജമൈക്ക എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങണം. അപ്പം എയർ ട്രെയിൻ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജമൈക്ക സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടേക്കുള്ള ട്രെയിന് 5 മിനിറ്റിലെത്തും. റെഡ് ലൈനാണ്. ജമൈക്ക ട്രെയിന് $4.25 ആണ് ചാർജ്. അത് നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്താൽ മതി, കോൺടാക്ട്ലെസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ. ഇനി നമുക്ക് കയറേണ്ടത് ഈ ലോങ് ഐലൻഡ് റെയിൽ റോഡ് എന്ന് പറഞ്ഞ LIRR എന്ന് പറഞ്ഞ ട്രെയിനാണ്. അതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ജമൈക്ക സ്റ്റേഷനിൽ നിന്ന് പെൻ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. പെൻ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് വിടുന്നത്. ട്രാക്ക് 2ലാണ് ട്രെയിൻ വരിക. ട്രാക്ക് 2 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ന്യൂയോർക്ക് സബ്വേ കയറിയിട്ട് തെറ്റി. ഈ പെൻ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പോകേണ്ട ഡയറക്ഷനിലല്ല പോയത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ട് ഒരു 5-6 സ്റ്റോപ്പ് പോയി. പിന്നെ അവിടെ ഇറങ്ങി തിരിച്ച് കയറി. അപ്പോൾ അങ്ങോട്ടും പൈസ കൊടുക്കേണ്ടി വന്ന്, ഇങ്ങോട്ടും പൈസ കൊടുക്കേണ്ടി വന്നു. ഫസ്റ്റ് ടൈം സബ്വേ കയറിയത് എന്നെ പാളി. ഇനി പഠിച്ചോളൂ. ഇവിടെ ഇപ്പോൾ രാത്രി 8:15 കേട്ടോ. എനിക്കിവിടെ സ്ട്രീറ്റിലൊന്നും ആരുമില്ല, മനുഷ്യന്മാരാരുമില്ല. ഞാൻ ബുക്ക് ചെയ്ത ഹോസ്റ്റലിൽ നിൽക്കുന്ന ലൊക്കേഷൻ്റെ കുഴപ്പമാണോ അറിയില്ല. ഈ ഏരിയയിലൊന്നൊരു മനുഷ്യനില്ല. ഹോസ്റ്റലിലെത്തി. ഇതാണ് ഹോസ്റ്റൽ അല്ലേ. 2 ബെഡ്, ഒന്ന് താഴെ ഒന്ന് മേലെ. താഴെയാണ് എൻ്റെ ബെഡ്. ഇതാണ് ബെഡ്. ഇതെന്ന് കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. ഇവിടെ ഇപ്പോൾ രാത്രി 10:45, ഖത്തറിലെ ടൈം 5:45. അപ്പോൾ ഇന്നലെ രാവിലെ 5:45 ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. 24 മണിക്കൂറായി. 24 മണിക്കൂറിന് മുകളിൽ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ റൂമിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി നല്ലെന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ബാക്കി ന്യൂയോർക്കിലേക്ക് അയച്ചു കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ന്യൂയോർക്കിൽ ഇപ്പോൾ രാവിലെ 6 മണിയായി. ഉറങ്ങി എണീച്ചു. 5 മണിക്ക് എണീച്ചു. കാരണം ഇന്ന് 24 മണിക്കൂറാണ് ന്യൂയോർക്കിൽ. അപ്പം കുറച്ച് നേരത്തെ എണീച്ചാലാണ് ഇവിടെ മാക്സിമം സ്ഥലങ്ങൾ കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരത്തെ എണീച്ചു. 6 മണിക്ക് തന്നെ പുറത്തിറങ്ങി. ഇന്ന് ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ബ്രൂക്ലിൻ ബ്രിഡ്ജാണ്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ സബ്വേ എടുക്കണം. അപ്പോൾ റൂമിൽ നിന്ന് സബ്വേയിലേക്ക് നടക്കുകയാണ്. ഇതാണ് സബ്വേൻ്റെ എൻട്രൻസ്. ഇങ്ങനെ 2 ബോർഡുകൾ ഉണ്ടാവും, പച്ച ബോർഡുകൾ. അതിൽ ഇറങ്ങട്ടെ. എൻ്റെ സ്റ്റേഷൻ ഇതാണ് 103 സ്റ്റേഷൻ BC. രണ്ട് സബ്വേ ഉള്ളത്. എനിക്ക് സിയിലാണ് പോകേണ്ടത്. ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ടാപ്പ് ചെയ്താൽ മതി. അപ്പം പോയി നോക്കട്ടെ. സബ്വേ നിന്ന് ഇറങ്ങി. ഇനി മാപ്പ് നോക്കിയപ്പോൾ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ നടക്കാണ്ട്. അപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്ക്. ന്യൂയോർക്കിൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ സൈറ്റ് സീയിങ് ആണ്. ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജാണ്. അപ്പം നടക്കട്ടെ. ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കുള്ള വഴിയാണിത്. ഉണ്ടോ, നടക്കാനുള്ള വഴിയുണ്ട്. അപ്പുറത്ത് സൈക്കിൾ പാത്ത് ഉണ്ട്. ഇവിടെ 2 ബ്രിഡ്ജുണ്ട് കേട്ടോ. ഒന്ന് അപ്പുറത്ത് കാണുന്നുണ്ട്, അത് മൻഹാട്ടൻ ബ്രിഡ്ജാണ്. നേരെ കണ്ടാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ. ഇവിടെ വെൽക്കം ടു ബ്രൂക്ലിൻ ഒരു സൈനുണ്ട്. ആ കാണാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അടുത്ത് പോയി നോക്കാം. എൻ്റെ ബാക്കിലൊക്കെ ആണ് മറ്റേ നമ്മുടെ ന്യൂയോർക്ക് സ്കൈ ലൈൻ കാണുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്ക് കയറി. ഫ്ലോറൊക്കെ ഉണ്ട്, മരത്തിൻ്റെ ഫ്ലോറാണ്. കേബിളുകളൊക്കെ നോക്കിയേ,
എന്താ സ്ട്രോങ് അല്ലേ. 1883 ഉണ്ടാക്കിയത്. ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ ടവറുകളാണിത്. ഇതിൻ്റെ ബാക്കിൽ ഒരു കഥ ഉണ്ട്. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയ ആൾ ജോ റോബ്ലിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം അതിൻ്റെ പ്ലാനൊക്കെ വരച്ച് പണി തുടങ്ങിയ ടൈമിൽ അയാൾ അൺഫോർച്ചുനേറ്റ്ലി ആക്സിഡൻ്റ് ആയിട്ട് മരിച്ചുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ മോന് വാഷിങ്ടൺ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പണി ബാക്കി തുടങ്ങിയതും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതും. എന്താ പറയുക, അയാൾ പണി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ അയാൾക്ക് ഒരു അസുഖം പിടികിട്ടും. അയാൾക്ക് നടക്കാൻ വയ്യാതായി. അയാളെ തളർന്നു, നമ്മുടെ പോളിയോ ഒക്കെ ബാധിച്ച മാതിരി അയാൾ തളർന്നു പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ എമിലി ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്ഥാനം ഏറ്റെടുക്കുകയും അവരാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചും ചെയ്തത്. ഇവിടെ കണ്ടോ, നോ ലോക്സ്, ഫൈൻ $100 എന്ന് എഴുതിച്ചിട്ട്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ഇവിടെയൊക്കെ ലോക്ക് വെച്ചിട്ട് എന്താ ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ടവറുകളുണ്ടല്ലോ, ഈ ഒരു ടവറും പിന്നെ അപ്പുറത്തെ ടവർ, കയറി വരുന്നിടത്തുള്ള ടവറും, ആ 2 ടവറും ഈ മരത്തിൻ്റെ ഫൗണ്ടേഷനിലാണ് വെച്ചതെന്ന്. മരത്തിൻ്റെ ഫൗണ്ടേഷൻ, വലിയ ഫൗണ്ടേഷൻ കരയിൽ നിന്നുണ്ടാക്കിയിട്ട് ആ വെള്ളത്തിൽ കൂടെ അങ്ങനെ വലിച്ചു കൊണ്ടുവന്നിട്ട് താത്തിയിട്ടാണ് അതിന് മുകളിലാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. നോക്കി, ന്യൂയോർക്ക് സ്കൈ ലൈനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. 1883 ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്, ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയത്. ഇത് അന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രൂക്ലിനും 2 സിറ്റികളായിരുന്നു. അത് ബന്ധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈസ്റ്റ് റിവറാണിത്. ഈസ്റ്റ് റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. അന്ന് ഉണ്ടാക്കിയ ടൈമിൽ ലോകത്തിലെ ഏറ്റവും വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ആയിരുന്നത്. ഏകദേശം 500 മീറ്റർ നീളമുണ്ട്. ലോക്കുകൾ നോക്കിയിട്ട് നോക്കി ഇങ്ങനെ. അതിന് മുകളിൽ 1875 എഴുതിയാണ്. അത് പണി തുടങ്ങിയ വർഷമാണ്. 1883 പണി പൂർത്തിയായത്. ഈ ഫുള്ള് ഇരുമ്പിൻ്റെ സ്ട്രക്ചറാട്ടോ, ഇതൊക്കെ ഇരുമ്പാണ്. നോക്കി, ഫുള്ളായിട്ട് ഇരുമ്പാണ്. ഇതിപ്പോൾ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ടാണ് ഇതിന് വലിപ്പം തോന്നാത്തത്. അപ്പോൾ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ താഴെ ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു നോക്കണം. അപ്പോഴാണ് ഈ ബ്രിഡ്ജിൻ്റെ വലിപ്പവും ആ ഭംഗിയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എവിടെ ഇറങ്ങാൻ പറ്റും നോക്കുകയാണ്. ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും കാണില്ല. ഇവിടെ നോട്ടീസ് ഒട്ടിച്ചുണ്ടോ, എന്താണെന്നറിയോ, ഒരു കുട്ടീൻ്റെ പാരൻസ് ഒട്ടിച്ച ബോർഡാണ്, യൂസഫ് ദാവൂദി എന്ന് പറഞ്ഞിട്ട്. അതിൽ നോട്ടീസിൽ എഴുതി ഇങ്ങനെയാണ്, ആ കുട്ടി ചിക്കാഗോയിലാണ് ജനിച്ചു വളർന്നതൊക്കെ. എൻ്റെ ആഗ്രഹമായിരുന്നു ബ്രൂക്ലിനിൽ വരണം, ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതിന് വരാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് അതിനെന്തോ ഒരു മാരകമായ അസുഖം ബാധിച്ച് ആ കുട്ടി മരണപ്പെട്ടു. അപ്പം ആ കുട്ടീൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടീൻ്റെ ഫോട്ടോ അവരുടെ പേരൻസ് ആ ബ്രിഡ്ജിൽ കൊണ്ടുവച്ചതെന്ന് പറയുന്നത്. പാവല്ലേ. ഓക്കെ, അപ്പം നടന്ന് ബ്രിഡ്ജിന് താഴെ എത്തി. താഴ്ന്നുള്ള വ്യൂ ആണിത്. ഓക്കെ, എന്താ ഭംഗിയില്ലേ. ഇത് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അതിന് നേരെ ബാക്ക് കാണുന്നത് മൻഹാട്ടൻ ബ്രിഡ്ജ് ഉണ്ടല്ലേ. അങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ട് ഇനി കാണാൻ പോകുന്നത് വാൾ സ്ട്രീറ്റ് ആണ്, ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്. ഇവിടുന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. 1873 ഒരു ബിൽഡിംഗ്. നോക്കി, നല്ല വിശക്കുണ്ട്. രാവിലെ ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് ആവാൻ 7 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 6 മണിക്ക് ഇറങ്ങിയില്ലേ, പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ടിട്ട് ഇല്ലേ, പിന്നീട് ഭയങ്കര തിരക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആദ്യം ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം അടുത്ത ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലെത്താൻ. ചെറിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉണ്ടോ നോക്കുന്നത്. ഇവിടെ ചില സ്ട്രീറ്റ് കൂടെ നടക്കുമ്പോഴേ ഭയങ്കര കഞ്ചാവിൻ്റെ മണം. ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഫീസുണ്ട്. പിന്നെ ചാർജിങ് ബോർഡിൻ്റെ ഫോട്ടോ കണ്ടില്ലേ ഓൺലൈനിലൊക്കെ, അതുണ്ട് ഇവിടെ എവിടെയോ. അതൊന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ US മുൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ബിൽഡിംഗ് ആണിത്, ട്രംപ് ടവർ. നോക്കിയാൽ ട്രംപ് ടവർ കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരെ ഒരു ചർച്ച ഉണ്ടല്ലേ ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം നമുക്ക്. ഇതാണ് നേരത്തെ അവിടെ നിന്ന് കണ്ട ചർച്ച്. ഇതിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആണ്. അതിനുള്ളിൽ വേണമെങ്കിൽ കയറട്ടോ, പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കയറുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ, സ്റ്റെയിൻഡ് ഗ്ലാസ് ഒക്കെ ആയിട്ട്. ഇതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ന്യൂസിലൊക്കെ കിട്ടില്ലേ, ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർന്നടിഞ്ഞു എന്നൊക്കെ. ആ തകർന്നടിഞ്ഞ ബിൽഡിങ്ങാണിത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിങ്. ഓക്കെ,
ഈ കാണാണ് ഫെഡറൽ ഹാള്. ഇവിടുന്നാണ് ജോർജ് വാഷിങ്ടൺ ഫസ്റ്റ് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് സ്ഥാനമായിട്ടെടുത്തത്. ആളുടെ ഒരു പ്രതിമ മുന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഫിയർലെസ് ഗേൾ എന്ന് പറഞ്ഞ പ്രതിമ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് നേരെ മുന്നിൽ തന്നെ ഉള്ളത്. ഇത് പറഞ്ഞാൽ 2017 ഉണ്ടാക്കിയാണ്. 4 ഫൂട്ടാണ് ഈ ബ്രോൺസ് പ്രതിമയ്ക്കുള്ളത്. ഇത് ഇൻ്റർനാഷണൽ വിമൻ എംപവർമെൻറ്റ് ലോക വനിതാ ശാക്തീകരണത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ് ഇവിടെ. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നേരെ മുന്നിലാണുള്ളത്. വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഈ വീഡിയോയുടെ നിർത്തുകയാണ്. ന്യൂയോർക്കിലെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.